Okay, we can continue the next paragraph of the lesson, The Boy Who Drew Cats. അവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത് Yes, the boy was not fit to be an acolyte. He will become the genius of an artist. അല്ലേ, ഒരു ആർട്ടിസ്റ്റ് ആവാം എന്നാണ് പ്രീസ്റ്റ് മനസ്സിലാക്കിയത്. Because he was always drawing pictures. Whenever he was alone, he used to draw the picture of cats. കാറ്റ്സിനെ വരച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് ഈ ടെമ്പിളിൽ നിർത്താൻ പറ്റുമോ അവനെ? ഇല്ല. He was not in the steady time. He used to draw cats. Now, who he has become? ആരായി മാറിയിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു ബോയ് എന്ന് നോക്കാം. Look at the next paragraph. One day after he had drawn some very clever pictures of cats upon paper screens, the old priest said to him severely, "My boy, you must go away from this temple at once. You will never make a good priest, but perhaps you will become a great artist. Now let me give you a last piece of advice, and be sure you never forget it. Avoid large places at night. Keep to small." അപ്പം പ്രീസ്റ്റ് തീരുമാനിച്ചു എന്ത്? ഇവനെ ഇവിടെ നിർത്താൻ പറ്റില്ല. ഇവൻ എന്തായിട്ട് മാറും? അവനൊരു ആർട്ടിസ്റ്റാണ്. അവനൊരു പ്രീസ്റ്റ് ആയിട്ട് ഒരിക്കലും മാറില്ല. അതുകൊണ്ട് he has to leave this place of temple. കാരണം എന്താ? One day after he had drawn some very clever pictures of cats upon paper screens. പേപ്പർ സ്ക്രീൻസിൽ അവൻ എന്ത് ചെയ്തു? മനോഹരമായിട്ട് വളരെ റിയലായിട്ട് ക്യാറ്റ്സിനെ വരച്ചു വെച്ചു ഇവന്. അതിനുശേഷം നമ്മുടെ ഓൾഡ് പ്രീസ്റ്റ് വളരെ സിവിയറായിട്ട് അവനോട് പറഞ്ഞു എന്ത്? കടുപ്പിച്ചവനോട് പറഞ്ഞു, "മൈ ബോയ്, യു മസ്റ്റ് ഗോ അവേ ഫ്രം ദിസ് ടെമ്പിൾ. യു മസ്റ്റ് ഗോ അവേ. ഇവിടെ നിന്ന് നീ പോവണം. ഈ ടെമ്പിളിൽ നിന്ന് നീ പോവണം. അറ്റ് വൺസ്, പെട്ടെന്ന്, ഇപ്പൊ തന്നെ നീ എന്ത് ചെയ്യണം? ഈ സ്ഥലത്ത് നീ ടെമ്പിളിൽ നിന്ന് പോവണം. യു വിൽ നെവർ മേക്ക് എ ഗുഡ് പ്രീസ്റ്റ്. നീ ഒരിക്കലും എന്താവില്ല, ഒരു നല്ല പ്രീസ്റ്റ് ആയിട്ട് മാറാൻ നിനക്ക് കഴിയില്ല. ബട്ട് യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. നീ എന്താവും? ഒരു വലിയ ആർട്ടിസ്റ്റായിട്ട് മാറും. നീ ഒരു വലിയ കലാകാരനായിട്ട് മാറും. അതുകൊണ്ട് ഒരിക്കലും ഇപ്പം തന്നെ നീ ഈ ടെമ്പിളിൽ നിന്ന് പോകണം. യു ഷുഡ് നോട്ട് സ്റ്റേ ഹിയർ മോർ. ഇവിടെ നീ കൂടുതൽ നിൽക്കാൻ പാടില്ല. അങ്ങനെ നൗ ലെറ്റ് മീ ഗിവ് യു എ ലാസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ്. അവസാനമായിട്ട് ഞാൻ നിനക്കൊരു അഡ്വൈസ് തരാം, ഒരു ഉപദേശം കൂടെ നിനക്ക് തരാം. എന്താണ് ആ ഉപദേശം? പ്രീസ്റ്റ് കൊടുത്ത ഒരു ഉപദേശമുണ്ട് നമ്മുടെ കുട്ടി ആ ടെമ്പിളിൽ നിന്ന് പോരുമ്പോൾ. എന്തായിരുന്നു? അവോയ്ഡ് ലാർജ് പ്ലേസസ്. നീ എവിടെയായിരുന്നാലും എന്ത് ചെയ്യണം? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്. രാത്രിയിൽ വലിയ ലാർജ് ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള പ്ലേസസ് നീ ഒഴിവാക്കണം. ആൻഡ് കീപ് ടു സ്മോൾ. ചെറിയ സ്ഥലം മാത്രം തിരഞ്ഞെടുക്കുക. അപ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് രാത്രി എന്ത് ചെയ്യണം? കീപ് ടു സ്മോൾ പ്ലേസസ് ബട്ട് അവോയ്ഡ് ലാർജ് പ്ലേസസ്. അതായിരുന്നു ഉപദേശം. അത്ര മാത്രമേ നമ്മുടെ പ്രീസ്റ്റ് പറഞ്ഞുള്ളൂ. എന്തുകൊണ്ടാണ് പറഞ്ഞത്, എന്താണ് ഈ പറഞ്ഞതിൻ്റെ മീനിങ് എന്നൊന്നും ഈ കുട്ടിക്ക് മനസ്സിലായില്ല. ബട്ട് ഹി പുട്ട് ദിസ് വേർഡ് ഇൻ ഹിസ് മൈൻഡ്. ഹി സ്റ്റിക്ക് ദിസ് വേർഡ് ഇൻ ഹിസ് മൈൻഡ്. മനസ്സിൽ കുറിച്ച് വെച്ചു അവന് ഈ ഒരു വേർഡ്. എന്തായിരുന്നു? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്. രാത്രിയിൽ എന്ത് ചെയ്യണം? ലാർജ് പ്ലേസസ് ഒഴിവാക്കണം. പിന്നെ കീപ് ടു സ്മോൾ, ചെറിയ പ്ലേസ് സെലക്ട് ചെയ്യണം. അതവൻ്റെ മനസ്സിൽ അവന് എഴുതി വെച്ചു. ഓക്കെ, നൗ ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പാരഗ്രാഫ്. The boy did not know what the priest meant by saying, "Avoid large places, keep to small." He thought and thought. While he was tying up his little bundle of clothes to go away, but he could not understand those words.
And he was afraid to speak to the priest anymore, except to say goodbye. എന്താണ് ഈ പറഞ്ഞത് എന്ന് അവന് മനസ്സിലായില്ല. He thought and thought about this. അതിനെക്കുറിച്ച് അവൻ ചിന്തിച്ചു. While he was tying up his bundle of clothes, tying up അവൻ്റെ ക്ലോത്ത്സും ബണ്ടിലും എല്ലാം അവനെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ടൈ ചെയ്ത് കെട്ടിക്കൊണ്ടിരിക്കുക. ടു ഗോ അവേ, ദൂരേക്ക് പോകാൻ വേണ്ടി അവൻ്റെ സാധനങ്ങളൊക്കെ അവനിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴും he could not understand what the priest had told. എന്താണ് പ്രീസ്റ്റ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കാൻ അവന് ധൈര്യമില്ലായിരുന്നു. പ്രീസ്റ്റിനോട് ചോദിക്കാൻ അവന് ധൈര്യമില്ല, എന്താണ് പ്രീസ്റ്റ് ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കാൻ. He was afraid to speak to the priest anymore. വേറെ എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ അവന് പേടിയായിരുന്നു. except to say goodbye. ഗുഡ് ബൈ പറഞ്ഞവന് ആ സ്ഥലത്ത് നിന്ന് പോന്നു. Now what happened next? Look at the next paragraph. He left the temple very sorrowful and began to wonder what he should do. If he went straight home, he felt sure his father would punish him for having been disobedient to the priest. So he was afraid to go home. Listen, he left the temple very sorrowfully. വളരെ സങ്കടത്തോടു കൂടി ആ ടെമ്പിളിൽ നിന്നവന്, വിഷമത്തോടു കൂടി ആ ടെമ്പിളിൽ നിന്നവന് പോന്നു. And began to wonder what he should do. And there was a big question mark in front of his mind. എൻ്റെ പാരൻസ് ആണ് എന്നെ ഈ ടെമ്പിളിൽ കൊണ്ടുവന്നാക്കിയത് അല്ലേ, പക്ഷേ ആ പ്രീസ്റ്റ് എന്നെ അവിടുന്ന് പറഞ്ഞയച്ചു. ഇനി ഞാൻ എവിടേക്ക് പോകും? whether I have to go back to the house or to a new temple or not. എന്ത് ചെയ്യും ഞാൻ? If I am going back to my house, my parents will punish me. My father will punish me. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ എൻ്റെ ഫാദർ എന്നെ പണിഷ് ചെയ്യും. ഇനി വേറൊരു ടെമ്പിളിലേക്ക് എനിക്ക് പോകാൻ കഴിയുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു അവൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. If he went straight home, he felt sure his father would punish him for having been disobedient to the priest. പ്രീസ്റ്റിനോട് ഡിസൊബീഡിയൻ്റ് ആയിട്ട് അനുസരണക്കേട് കാണിച്ചതിന് എൻ്റെ ഫാദർ എന്നെ എന്തു വന്നാലും എന്നെ പണിഷ് ചെയ്യും എന്നെനിക്ക് ഉറപ്പാണ്. സോ ഹി വാസ് എഫ്രൈഡ് ടു ഗോ ഹോം. അതുകൊണ്ട് അവന് വീട്ടിലേക്ക് പോവാൻ തയ്യാറായില്ല. All at once he remembered that at the next village 2 miles away there was a very big temple. 2 മൈൽ അപ്പുറത്ത് അവിടെ ഒരു വലിയൊരു ടെമ്പിൾ ഉണ്ട് എന്ന് അവൻ ഓർത്തു. He had heard there were several priests at that temple. ആ ടെമ്പിളിൽ കുറേ പ്രീസ്റ്റ്സ് ഉണ്ട് എന്ന് അവന് കേട്ടിട്ടുണ്ട്. And he made up his mind to go to them and ask them to take him for their accolade. അങ്ങനെ അവൻ്റെ മനസ്സൊക്കെ പാകപ്പെടുത്തി എടുത്തു അവന്. Made up his mind, okay, to go to that temple and ask the priest to make him their acolyte. അവരോട് ചോദിക്കാൻ പോയിട്ട് അവരുടെ അക്ലിറ്റ് ആയിട്ട്, അവരുടെ ശിഷ്യനായിട്ട്, ഡിസൈപ്പിളായിട്ട് എന്നെ അവർ ഏറ്റെടുക്കുക എന്ന് ചോദിക്കാം എന്ന് വിചാരിച്ച് അവൻ എന്ത് ചെയ്തു? he decided to go to that temple. ഓക്കെ, ഇനി അവിടെ എത്തിയോ? എന്ത് സംഭവിച്ചു? Let's see the next paragraph. Now that big temple was closed up, but the boy did not know this fact. The reason it had been closed up was that a goblin had frightened the priests away and had taken possession of the place. Some brave warriors had afterward gone to the temple at night to kill the goblin, but they had never been seen alive again. Nobody had ever told these things to the boy. So he walked all the way to the village, hoping to be kindly treated by the priests. Yes, now that big temple was closed up. അവിടെ എത്തിയപ്പോഴോ ആ വലിയ ടെമ്പിൾ ക്ലോസ്ഡ് ആണ്, അവിടെ ആരും കാണാനൊന്നുമില്ല. ബട്ട് ദ ബോയ് ഡിഡ് നോട്ട് നോ ദിസ് ഫാക്ട്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഈ കുട്ടിക്കറിയില്ലായിരുന്നു.
The reason it had been closed was that a goblin had frightened the priests away. A goblin. Who is a goblin? Yes, a mysterious, ugly creature. Just like a dove. ഒരു കുള്ളനെ പോലെയുള്ള അഗ്ലി ആയിട്ടുള്ള ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള അഗ്ലി പേഴ്സൺ ആണ് ഗോബ്ലിൻ. അതായത് വികൃതമായിട്ട് കാണുന്ന, നമുക്ക് കണ്ടാൽ പേടി തോന്നുന്ന ഒരു ഡാഫിനെ പോലെ, ഒരു കുള്ളനെ പോലെയുള്ള ഒരു ജീവി, മിസ്റ്റീരിയസ് ക്രീച്ചറാണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു വികൃത ജീവിയാണ് ഗോബ്ലിൻ. ഗോബ്ലിനെ പോലെ a goblin had frightened the priests away. ഒരു ഗോബ്ലിൻ അവിടെ വരികയും ആ ഗോബ്ലിൻ ഈ പ്രീസ്റ്റിനെയൊക്കെ പേടിപ്പിച്ച് വിടുകയാണ് ചെയ്തത്. ഈ ഗോബ്ലിനെ കണ്ട ആ പ്രീസ്റ്റ് ഓടിപ്പോയി. അതാണ് അവിടെ സംഭവിച്ചത്. ആൻഡ് ഹാഡ് ടേക്കൺ പൊസിഷൻ ഓഫ് ദാറ്റ് പ്രീസ്റ്റ്. ഈ ഗോബ്ലിൻ എന്ത് ചെയ്തു? ഈ പ്രീസ്റ്റിന്റെ സ്ഥാനത്ത് നിൽക്കുകയും ചെയ്തു. ആ ടെമ്പിളിൽ സ്ഥാനം ഉറപ്പിച്ചു. അതാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് അവിടെ ക്ലോസ്ഡ് ആണ്, പ്രീസ്റ്റിനെയൊന്നും കാണാനില്ല. സം ബ്രേവ് വാരിയേഴ്സ് ഹാഡ് ആഫ്റ്റർവേർഡ്സ് ഗോൺ ടു ദ ടെമ്പിൾ. അങ്ങനെ അതിനുശേഷം ബ്രേവ് വാരിയേഴ്സ് എന്ത് ചെയ്തു? ഈ ഗോബ്ലിനെ ഫൈറ്റ് ചെയ്ത് കീഴ്പ്പെടുത്താൻ വേണ്ടി ആ സ്ഥലത്തേക്ക് പോവുകയും ബട്ട് ദ ഹാഡ് നെവർ ബീൻ സീൻ അലൈവ് അഗൈൻ. ആ ബ്രേവ് വാരിയേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, പിന്നെ തിരിച്ചു വന്നതായിട്ട് അറിഞ്ഞിട്ടില്ല. അത് ആ വാരിയേഴ്സിനെ എന്ത് ചെയ്തിട്ടുണ്ടാവാം? ഈ ഗോബ്ലിൻ കൊന്നിട്ടുണ്ടാവാം എന്നുള്ള ഒരു വിശ്വാസമാണ് ആൾക്കാർക്കുള്ളത്. Nobody had ever told these things to the boy. ഈ കാര്യങ്ങളൊന്നും ഈ കുട്ടിയോട് ആരും പറഞ്ഞിട്ടില്ല. So he walked all the way to the village, hoping to be kindly treated by the priests. അപ്പം ആ ടെമ്പിളിൽ, ആ ബിഗ് ടെമ്പിളിൽ കുറേ പ്രീസ് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഗോബ്ലിൻ അവിടെ വരികയും ഒരു അഗ്ലി ക്രീച്ചർ, ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു അഗ്ലി ക്രീച്ചർ അവിടെ വരികയും ഈ പ്രീസ്റ്റിനെ പേടിപ്പിച്ച് വിടുകയാണ് ചെയ്തത്. പക്ഷെ അതിനുശേഷം കുറച്ച് ബ്രേവ് ആയിട്ടുള്ള, ധൈര്യശാലികളായിട്ടുള്ള വാരിയേഴ്സ് ആ ഒരു ടെമ്പിളിലേക്ക് ഗോബ്ലിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരും തിരിച്ചു വന്നിട്ടില്ല. വാട്ട് ഹാസ് ഹാപ്പൻ ടു ദം നോ വൺ നോസ്. ഓക്കെ, ദാറ്റ് സ്റ്റോറി നോ വൺ ടോൾഡ് ടു അവർ ബോയ്. ആ കഥയൊന്നും നമ്മുടെ കുട്ടിയോട് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ കുട്ടി എന്ത് ചെയ്തു? സ്ട്രെയിറ്റ് ആയിട്ട് ഹി വെന്റ് ടു ദാറ്റ് ടെമ്പിൾ. ആ ടെമ്പിളിലേക്ക് കടന്നു ചെന്നു. വാട്ട് ഹാസ് ഹാപ്പൻ ടു അവർ ബോയ്? ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, വി കൻ സ്റ്റോപ്പ് ഹിയർ ഇൻ ദിസ് പാരഗ്രാഫ്. നൗ what has happened? This boy was not suitable for becoming a priest. ഒരു priest ആവാനുള്ള യോഗ്യത അല്ല അവനുള്ളത്. ടു ബി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്, ഒരു ആർട്ടിസ്റ്റ് ആവാനുള്ള യോഗ്യതയാണ് ഈ കുട്ടിക്കുള്ളത്. അതുകൊണ്ട് ആ ടെമ്പിളിൽ നിന്ന് ഓൾഡ് പ്രീസ്റ്റ് എന്ത് ചെയ്തു? ഇവനെ പറഞ്ഞയച്ചു അല്ലേ? എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അവനെ പറഞ്ഞു വിടുമ്പം ഓൾഡ് പ്രീസ്റ്റ് ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ് എന്തായിരുന്നു അത്? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. അല്ലേ? ലാർജ് പ്ലേസസ് രാത്രി എന്ത് ചെയ്യണം? ഒഴിവാക്കണം. പക്ഷെ ചെറിയ പ്ലേസ് സെലക്ട് ചെയ്യണം എന്നായിരുന്നു അവന് കൊടുത്ത ഉപദേശം. എങ്ങനെയായാലും എന്തുകൊണ്ടാണ് ഈ ഒരു പ്രീസ്റ്റ് ഇങ്ങനെ ഒരു ഉപദേശം തന്നത് എന്ന് അറിയാതെ അവൻ എന്ത് ചെയ്തു? He kept these words in his mind and he went on walking. He did not go back to his house. അവൻ്റെ സ്വന്തം വീട്ടിലേക്ക് അവൻ തിരിച്ചു പോയോ? ഇല്ല. Why? Because he was afraid of his parents. പാരൻസിനെ അവന് പേടിച്ചിട്ട് അവൻ എന്ത് ചെയ്തില്ല? വീട്ടിലേക്ക് തിരിച്ചു പോയില്ല. He went straight. He heard about a big temple. He was walking towards that temple. But in that temple there were no priests.
it was taken by a goblin. He did not know about that. So he went straight to that temple. എന്നിട്ട് എന്ത് സംഭവിച്ചു? Let's see in the next class. Okay? Just before winding up, we can look into the rest of the question answers. Fourth question. Look at the fourth question. What was the advice of the priest to the boy? പ്രീസ്റ്റിൻ്റെ അഡ്വൈസ് എന്തായിരുന്നു? കുട്ടിയോടുള്ള അഡ്വൈസ് എന്തായിരുന്നു? നമുക്കറിയാം, അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ, അല്ലേ? അതായിരുന്നു അഡ്വൈസ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Why didn't the boy go home after he left the temple? ടെമ്പിളിൽ നിന്ന് അവന് പോരുമ്പം why he was not going to home? വീട്ടിലേക്ക് പോവാതിരുന്ന എന്തുകൊണ്ടാണ്? Because he was afraid of the boy did not go home because he felt sure that his father would punish him for disobeying the priest. പ്രീസ്റ്റിനെ അനുസരണക്കേട് കാണിച്ചതിന് ഫാദർ പണിഷ് ചെയ്യുമെന്ന് അവന് ഉറപ്പാണ്. അതുകൊണ്ടാണ് അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാതിരുന്നത്. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എന്ത് ചെയ്യാം? നോട്ട്ബുക്കിൽ എഴുതിയെടുക്കാം, വായിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു, ഗുഡ് ബൈ.